നമസ്കാരം സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു അവസാനത്തെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബാങ്കിങ് പോളിസി കമ്മിറ്റീസ്. ഇത് നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഡിഗ്രി ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാവില്ല. ചിലരൊക്കെ പഠിച്ചു കാണും, കാരണം പല യൂണിവേഴ്സിറ്റിയിലും ഉള്ള സിലബസ് മാറുന്നതിനനുസരിച്ച് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ മിക്കവാറും കുട്ടികൾ, അതായത് ഒരു 60% വരുന്ന കുട്ടികൾക്കും ഈ ഒരു കമ്മിറ്റിയെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല എന്നാണ്. കാരണം നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് ഇതിന് മുമ്പ് പഠിച്ച പല ആസ്പെക്റ്റും പറയുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയാരിറ്റി ഒക്കെ തോന്നും. ഇത് നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഇപ്പോൾ NPV മെത്തേഡൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് അറിയാം, പക്ഷെ എന്താണെന്ന് അറിയില്ലായിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് തോന്നും. പക്ഷെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പം ഇത് നിങ്ങൾക്ക് പുതിയതാണ്. കമ്മിറ്റി എല്ലാവർക്കും അല്ല, മിക്കവർക്കും പുതിയതായിരിക്കും. അപ്പോൾ പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത, നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ കൂടിയും നമ്മളെപ്പോഴും PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വെച്ച് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ PSCക്ക് കമ്മിറ്റീസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഈ ഒരു ഏരിയയൊക്കെ വരുമ്പോഴത്തേക്കും ചോദ്യം ചോദിക്കാനുള്ള ത്വര കൂടും. കാരണം ഇതിന് ചെയർമാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടായിരിക്കും, ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരിക്കും, കുറച്ച് വർഷങ്ങളൊക്കെ ഈ കമ്മിറ്റീസ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് പ്രിയപ്പെട്ടതല്ലെങ്കിലും PSCക്ക് പ്രിയപ്പെട്ടതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം നമ്മളിത് കേൾക്കാൻ. നമ്മൾ ഈ കമ്മിറ്റിയെ പറ്റിയിട്ട് നമ്മൾ അതിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. PSC ചോദിക്കാനായിട്ട് ഇടവരുത്തുന്ന കുറച്ച് ഏരിയാസ് എന്താണെന്ന് വെച്ചാൽ, എന്തിനു വേണ്ടിയിട്ടാണ് കമ്മിറ്റി രൂപം കൊണ്ടത്, അതുപോലെ തന്നെ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്താണ്, കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പ് ആരായിരുന്നു, കമ്മിറ്റി രൂപം കൊണ്ട വർഷം, അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം. ഈ ഒരു 5 ഏരിയ ആണ് ഒരു കമ്മിറ്റി പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. ഏതൊക്കെയാണ് ഇത്? ഈ 5 ഏരിയ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം ഒരു കമ്മിറ്റി പഠിക്കുമ്പോൾ. ഇതിപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് അല്ല, ഏത് ഏരിയയിലെ കമ്മിറ്റി ആയിക്കോട്ടെ നിങ്ങൾ പഠിക്കേണ്ട എന്താണ്, ഒരു കമ്മിറ്റി രൂപം കൊണ്ടത് എന്നാണ്. ആ കമ്മിറ്റിയുടെ രൂപം കൊണ്ടതിൻ്റെ പർപ്പസ് കഴിയുമ്പോൾ ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം എന്നാണ്. അതുപോലെ തന്നെ കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ ഉണ്ടാവും. അയാൾ ആരാണ്, കമ്മിറ്റി രൂപം കൊണ്ട പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി ഫോം ചെയ്തത്, അതിനുശേഷം കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത സമയത്ത് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. ഈ ഒരു 5 ഏരിയയിലൂടെ വേണം നമ്മൾ ഓരോ കമ്മിറ്റീസും പഠിക്കാൻ. ഓക്കെ, അതാണ് PSCയുടെ ഒരു സ്റ്റഡി പാറ്റേൺ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിലാണ് നമുക്ക് ഈ ബാങ്കിങ് പോളിസി കമ്മിറ്റീസ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം, വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റീസാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി ഈ കമ്മിറ്റീസൊക്കെ പൊതുവായിട്ട് രൂപം കൊണ്ട് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ തുടക്കത്തിൽ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ ഗ്യാപ്പ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫണ്ട് പല സ്ഥലങ്ങളിലും ബ്ലോക്കായി കിടക്കും. അപ്പോൾ അങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടിന് പകരം നമ്മൾക്ക് വേറെ ഫണ്ട് റേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ബ്ലോക്കായി പോയി നമ്മൾ അപ്പം തന്നെ സെയിലൊക്കെ നടന്നിരുന്നെങ്കിൽ നമുക്ക് അപ്പം തന്നെ ക്യാഷ് കിട്ടി, നമുക്ക് പിന്നെ വേറെ ഫണ്ട് അറേഞ്ച് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ അങ്ങനെ അപ്പം തന്നെ സെയിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ റിയലിസ്റ്റിക് അല്ല. പലയിടത്തും സ്റ്റോക്കിലാണെങ്കിലും റിസീവബിൾസിലാണെങ്കിലും ഒക്കെ നമ്മുടെ ഫണ്ട് 1-2 മാസമൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ലോക്കായി പോകും. അപ്പോൾ അതിന് പകരം നമ്മൾക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യണം. ആ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ, നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ. അത് റേസ് ചെയ്യുന്ന പല സോഴ്സസും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ക്യാഷ് ക്രെഡിറ്റ്, ട്രേഡ് ക്രെഡിറ്റ് ഒക്കെ പഠിച്ചു. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഉള്ള ഒരു സോഴ്സാണ് നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് പോയി ഷോർട്ട് ടേം ബോറോയിങ്സ് എടുക്കും, ക്യാഷ് ക്രെഡിറ്റ് എടുക്കും, ഓവർ ഡ്രാഫ്റ്റ് എടുക്കും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി നമ്മൾ ബാങ്കുകളെ ബാങ്കിൻ്റെ സഹായം നമ്മൾ തേടാറുണ്ട്. അതായത് ബാങ്കിൽ നിന്ന് നമ്മൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ലോണുകളൊക്കെ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് നമുക്ക് ലോൺ തരുമല്ലോ. ഇങ്ങനെ ബാങ്കുകൾ ലോൺ തന്നപ്പോൾ
അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പല ആൾക്കാരും ലോൺ, നമ്മൾ ബാങ്ക് ആണെങ്കിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് പല ആൾക്കാരും ലോണൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് അത് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു സാങ്ഷൻ ലിമിറ്റ് കിട്ടിയിട്ട് അത്രയും ഒന്നും യൂട്ടിലൈസ് ചെയ്യാതിരിക്കുകയോ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ലോൺ എടുത്തുകൊണ്ട് പോയിട്ട് ബാങ്കുകൾ ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ബാങ്കുകൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് അവർ ഓരോരോ കമ്മിറ്റികളായിട്ട്, ഓരോരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഓരോരോ കമ്മിറ്റികളായിട്ട് അവർ രൂപം കൊണ്ടിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നേടാൻ ഓരോ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു 5 കമ്മിറ്റീസും അതിൻ്റെ കാര്യങ്ങളുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ 5 കമ്മിറ്റീസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോ കമ്മിറ്റീസായിട്ട് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് പറയാം. ബാങ്കിങ് പോളിസി കമ്മിറ്റീസ് ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ക്രെഡിറ്റ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് വേരിയസ് എക്സ്പേർട്ട് കമ്മിറ്റി. എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ബാങ്കുകൾ എന്ത് കൊടുക്കാറുണ്ട്? ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ക്രെഡിറ്റിനെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും, അതായത് അങ്ങനെ ബാങ്കുകൾ ലോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് കാണും. അപ്പോൾ അതൊന്ന് പരിഹരിക്കാൻ, അതിനെ ഒന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ RBI കുറച്ച് എക്സ്പേർട്സ് കമ്മിറ്റീസിനെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, ഈ കമ്മിറ്റീസ് എന്താ ചെയ്തത്? These committees examined the pattern of bank finance to industry and recommended guidelines to ensure that credit is extended in a disciplined and need-based manner. എന്താണ് ഈ കമ്മിറ്റീസ്? ഓരോ കമ്മിറ്റീസും അപ്പോയിന്റ് ചെയ്തത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു, അവരുടെ റെക്കമെൻഡേഷൻ എടുത്തു, അത് നമ്മൾ വർക്കിംഗ് ആക്കി തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അപാകത വന്നപ്പോഴായിരിക്കും നമ്മൾ അടുത്ത കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. അവരും അതിനെപ്പറ്റി പഠിച്ചു, എന്നിട്ട് അവരും കുറച്ച് ഫൈൻഡിങ്സ് ഒക്കെ കണ്ടുപിടിച്ചു, അവരും കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുത്തു. അതും നമ്മൾ അപ്ലൈ ചെയ്ത് വന്നപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ വരും. അങ്ങനെയാണ് ഓരോരോ കമ്മിറ്റീസ് ആയിട്ട് രൂപം കൊണ്ടത്. ഓക്കെ, ഇപ്പൊ RBI ഈ കമ്മിറ്റീസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഇൻഡസ്ട്രീസിന് കൊടുക്കുന്ന ബാങ്കിന്റെ ഫിനാൻസ്, ബാങ്ക് ക്രെഡിറ്റ് ആയിട്ടൊക്കെ ഫിനാൻസ് കൊടുക്കുമല്ലോ, അതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം ആ ക്രെഡിറ്റ്, അങ്ങനെ കൊടുക്കുന്ന ക്രെഡിറ്റ് ഒരു നല്ല രീതിക്കാണ്, അതായത് കൊടുക്കുന്ന, ഇപ്പം നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളൊക്കെ ഇവിടെ പല ബാങ്കുകളിലും പണ്ടൊക്കെ കൊളാട്രൽ ഫ്രീ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈടൊന്നും കൊടുക്കാതെ എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ ബാങ്കുകളും അത് നിർത്തലാക്കി. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് കുട്ടികൾ വന്ന് ലോൺ എടുത്തുകൊണ്ട് പോകും, പക്ഷേ അത് ഉപയോഗിക്കുന്നത് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടല്ല, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അതൊക്കെ അങ്ങ് നിർത്തിയത്. അപ്പോൾ അതുപോലെ തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ലോൺ എടുത്തുകൊണ്ട് പോയിട്ട് അവർ മറ്റുള്ള കാര്യങ്ങൾക്ക്, ഇപ്പോൾ ബിസിനസ്സിലേക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പം നമുക്കറിയാം കറണ്ട് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും. പക്ഷേ അങ്ങനെ ലോൺ എടുത്തുകൊണ്ട് പോയിട്ട് അവർ ചിലപ്പോൾ മേടിക്കുന്ന ഒരു മെഷീനറി ആയിരിക്കും മേടിക്കുന്നത്, അതൊരു ഫിക്സഡ് അസറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ല ബാങ്ക് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എടുത്തോണ്ട് പോകുന്ന ഉദ്ദേശം, നമ്മൾ ലോണ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന ഉദ്ദേശം മീറ്റ് ചെയ്യാനല്ല ബോറോവർ ആ ഫണ്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ആവശ്യമുണ്ടോ അത്രയും ഫണ്ടൊന്നും അല്ല വന്ന് ലോൺ എടുത്തുകൊണ്ട് പോകുന്നത്. ഒരു കൊളാട്രൽ വെച്ചിട്ട് അതിനകത്തുനിന്ന് കിട്ടാവുന്ന അത്രയും അങ്ങ് ലോൺ എടുത്തോണ്ട്, ചിലപ്പോൾ 1 ലക്ഷത്തിൻ്റെ ആവശ്യമേ അയാൾക്ക് കാണത്തുള്ളൂ, പക്ഷെ അയാൾ 3 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ലിമിറ്റൊക്കെ വളരെ അധികം കൂട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ കമ്മിറ്റീസിനെയൊക്കെ RBI അപ്പോയിന്റ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇൻഡസ്ട്രികൾക്ക് കൊടുക്കുന്ന ഈ ബാങ്ക് ഫിനാൻസിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊരു ഡിസിപ്ലിൻഡ് മാനറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ കമ്മിറ്റീസിനെ എല്ലാം അപ്പോയിന്റ് ചെയ്തത്? RBI അപ്പോയിന്റ് ചെയ്തത്. ഇനി ഇങ്ങനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ദഹേജിയ കമ്മിറ്റി, സെക്കൻഡ് വൺ ടാൻറ്റൺ കമ്മിറ്റി, തേർഡ് ചോരെ,
ഫോർത്ത് മറാത്തെ ആൻഡ് ലാസ്റ്റ് വൺ ചക്രബർത്തി. ചക്രവർത്തി എന്നും പറയും, ചക്രബർത്തി എന്നും പറയും കേട്ടോ. ചക്രവർത്തി കമ്മിറ്റി. അപ്പം പ്രധാനപ്പെട്ട 5 കമ്മിറ്റി ഏതാണ്? ആദ്യം ഈ പേരങ്ങോട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഓർഡറിന് തന്നെ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ കമ്മിറ്റീസിൻ്റെ 5 കമ്മിറ്റീസ് ഉണ്ട്. ആ 5 കമ്മിറ്റീസിൻ്റെയും പേര് ഈ ഒരു ഓർഡറിന് പഠിച്ചു വെക്കുക. എന്താണ്? ദഹേജിയ കമ്മിറ്റി, പിന്നെ ദഹേജിയ കമ്മിറ്റി, താൻഡൻ കമ്മിറ്റി, ചോരെ കമ്മിറ്റി, മറാത്തെ കമ്മിറ്റി ആൻഡ് ചക്രബർത്തി കമ്മിറ്റി. DTCMC എന്നൊക്കെ കോഡൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, ദഹേജിയ, താൻഡൻ, ചോരെ, മറാത്തെ, ചക്രവർത്തി. ഒരു കുറച്ച് തവണ പറയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആയിക്കോളും. ആദ്യം കേൾക്കുമ്പോൾ ഉള്ള ഇതൊക്കെ എന്ത് പേരാന്നൊക്കെ തോന്നും. ഓക്കെ, അപ്പോൾ ഇത്രയും കമ്മിറ്റീസാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് RBI അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമ്മിറ്റിയുടെ പേരാണ് ദഹേജിയ കമ്മിറ്റി. വർഷം എന്നാണ്? 1968-69. അപ്പൊ എന്താണ് ഈ കാലഘട്ടം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കമ്മിറ്റി വരുന്നത് ദഹേജിയ കമ്മിറ്റി. The Dahejia Committee was constituted under the chairmanship of V.T. Dahejia in 1968 and submitted its report in 1969. അപ്പോൾ നമ്മളൊരു കമ്മിറ്റിയെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളും ഈ ഒരു ഫസ്റ്റ് സെന്റൻസിലുണ്ട് അല്ലേ? ഈ കമ്മിറ്റി എന്നാണ് രൂപം കൊണ്ടത്? 1968 ഈ കമ്മിറ്റി രൂപം കൊണ്ടത്. ആരുടെ ചെയർമാൻഷിപ്പിലായിരുന്നു? VT ദഹേജിയ. ഓക്കെ, അപ്പൊ നമുക്ക് ദഹേജിയ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ദഹേജിയയുടെ ചെയർമാൻഷിപ്പിലാണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. 1968 ബാങ്കിങ് ഫിനാൻസിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അറിയണം. ഓക്കെ, അപ്പോൾ ഈ കമ്മിറ്റി രൂപം കൊണ്ടത് 1968. ആരായിരുന്നു അപ്പോയിന്റ് ചെയ്തപ്പോൾ ചെയർമാൻ? VT ദഹേജിയ എന്ന് പറയുന്ന ആളായിരുന്നു. എന്നിട്ട് ഈ കമ്മിറ്റി ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് തൊട്ടടുത്ത വർഷമായിട്ടുള്ള 1969. ഓക്കെ, ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി രൂപം കൊണ്ടതെന്ന് നമുക്ക് നോക്കാം. Its main focus was to determine the extent to which the credit needs of industry and trade were inflated and how such trends could be checked. The committee observed that banks were sanctioning working capital loans without adequately assessing actual requirements. It noted that short-term credit was often diverted to finance long-term needs and that banks did not sufficiently consider the borrower's overall financial position. One second. അപ്പോൾ ഈ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് രൂപം കൊണ്ടത്? ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്കുകളിൽ എത്രത്തോളം ക്രെഡിറ്റ്, അതായത് ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ഒരുപാട് ആവശ്യക്കാർ വരുന്നുണ്ട് അല്ലേ? ഒരുപാട് ആവശ്യക്കാർ, അതായത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൻ്റെ ആവശ്യകത കൂടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇനി അത് ഇങ്ങനെ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ലോൺ അപേക്ഷിക്കുന്നവരും അതുപോലെ തന്നെ അതിൻ്റെ ലോണ് സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ലിമിറ്റ് വളരെയധികം ഇൻഫ്ലേറ്റഡ് ആയി പോയ ഒരു സാഹചര്യം വന്നു. അതായത് ഒരുപാട് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും അധികം ആളുകൾ വരുന്നു, അവർക്ക് ലോൺ സാങ്ഷൻ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് കൂടി. അങ്ങനെ വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രെൻഡ് വരുന്നത്? അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ബാങ്ക് സാങ്ഷൻ ചെയ്യുന്ന ആ ഒരു എമൗണ്ടിൻ്റെ ലിമിറ്റ് ഭയങ്കര കൂടുതലാണ്. ഓരോന്നിനും ബാങ്കുകൾക്ക് ഓരോന്നിനും ഓരോ ലിമിറ്റ് ഉണ്ട്. അതായത് ഇത്ര പെർസെൻറ്റേജ് എഡ്യൂക്കേഷൻ ലോണെ പ്രൊവൈഡ് ചെയ്യാവൂ, അങ്ങനെയൊക്കെ RBIക്ക് ഓരോ റൂളുകൾ കാണുമല്ലോ. അപ്പോൾ പക്ഷേ ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേറ്റഡ് ആവാൻ തുടങ്ങി.
അതായത് അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യക്കാരും ബാങ്കുകൾ അത് കൊടുക്കുന്ന ആ ഒരു അളവും. ഇപ്പോൾ ഒരുപാട് ബാങ്കുകളുണ്ടല്ലോ, ഒരു ബാങ്കിൻ്റെ കാര്യം മാത്രമാണെങ്കിൽ നമുക്കറിയാം. അപ്പോൾ പല പല സ്ഥലങ്ങളിലായിട്ട് ഈ ലോൺ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയുന്നത് ഇൻഫ്ലേറ്റ് ആവാൻ തുടങ്ങി. അതായത് ഈ ക്യാഷ് ക്രെഡിറ്റ് പോലുള്ള ലോണുകളുടെ നിരക്ക് കൂടാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രെൻഡ് വരുന്നത് എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്, അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ദഹേജിയ കമ്മിറ്റിയെ 1968 RBI അപ്പോയിന്റ് ചെയ്തത്. ഇനി RBI അപ്പോയിന്റ് ചെയ്ത ഈ കമ്മിറ്റി അവരുടെ പഠനം തുടങ്ങി. അവരെന്തൊക്കെയാണ് ഈ പഠനത്തിൽ അവർ അനലൈസ് ചെയ്തെടുത്തത്, അതായത് അവർ ഒരു വർഷത്തോളം എടുത്താണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത്, എന്തൊക്കെ അവർ അനലൈസ് ചെയ്തു എന്നുള്ളതാണ്. The committee observed that banks were sanctioning working capital loans without adequately assessing actual requirements. ഇവർ കണ്ടുപിടിച്ച ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ മിക്ക ബാങ്കുകളും വരുന്ന ലോണിന് അപേക്ഷിക്കുന്ന ബോറോവേഴ്സിന് ആക്ച്വലി അവർക്ക് എത്ര ഫണ്ടിന് ആവശ്യമുണ്ട് എന്നൊന്നും പ്രോപ്പർലി അസസ് ചെയ്യാതെയാണ് അവർ ഈ ലോണുകളെല്ലാം സാങ്ഷൻ ചെയ്യുന്നത്. അതായത് അവർ കൊണ്ടുവരുന്ന കൊളാട്രൽ സെക്യൂരിറ്റിയെ ബേസ് ചെയ്ത് ബാങ്കുകാരങ്ങ് ലോൺ പാസ്സാക്കി കൊടുക്കുകയാണ്. അല്ലാതെ അവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളോ അവർക്ക് എത്ര ആവശ്യം, വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അവരുടെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അല്ലേ, വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഇവർക്ക് എത്ര വേണമെന്ന്. അങ്ങനെ ഒന്നും അസസ് ചെയ്യാതെയാണ് ബാങ്കുകാർ ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്നത്. പ്രോപ്പർ അസസ്മെൻ്റ് ഒന്നും നടത്തുന്നില്ല. കൊണ്ടുവരുന്ന കൊളാട്രലിൻ്റെ ബേസിലാണ് അവർ ഈ ലോൺ സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ഈ കമ്മിറ്റി കണ്ടുപിടിച്ചു. പിന്നെ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടേം ക്രെഡിറ്റ് വാസ് ഓഫൺ ഡൈവേർട്ടഡ് ടു ഫിനാൻസ് ലോങ് ടേം നീഡ്സ്. ഈ പറയുന്ന ക്യാഷ് ക്രെഡിറ്റ് അതുപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള ബോറോയിങ്സ് ഒക്കെ ഇവർ വന്ന് എടുത്തിട്ട് പോകുന്നത്, പക്ഷെ യൂസ് ചെയ്യുന്നത് ലോങ് ടേം നീഡ്സിന് വേണ്ടിയിട്ടാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയുന്നത് ഷോർട്ട് ടേം നീഡ്സിന് വേണ്ടിയിട്ടുള്ള ലോണാണ്. അതായത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്യാഷ് ക്രെഡിറ്റ് പോലുള്ള ഷോർട്ട് ടേം ലോൺസ് എല്ലാം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ഇങ്ങനെ ഷോർട്ട് ടേമിനെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോകുന്ന ലോണുകൾ പലതും യൂസ് ചെയ്യുന്നത് ലോങ് ടേം നീഡ്സിന് വേണ്ടിയിട്ടാണെന്നും ദഹേജിയ കമ്മിറ്റി കണ്ടുപിടിച്ചു. പിന്നെ അവർ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്ക്സ് ഡിഡ് നോട്ട് സഫിഷ്യൻ്റ്ലി കൺസിഡർ ദ ബോറോവേഴ്സ് ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷൻ. അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് ഈ പറയുന്ന ബോറോവർ, അതായത് ലോൺ എടുക്കാൻ വരുന്ന ബിസിനസ് അല്ലെങ്കിൽ ബോറോവറിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കൺസിഡർ ചെയ്യാതെ അവരുടെ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ്, അവരുടെ ഫിനാൻഷ്യൽ, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലിന് ഇപ്പോൾ എത്രയാണോ ആവശ്യം എന്നൊക്കെ ഒന്നും നോക്കാതെ അവരുടെ കൊണ്ടുവരുന്ന കൊളാട്രലിൻ്റെ ബേസിൽ മാത്രമാണ് എന്താണ് ബാങ്കുകാർ ലോൺ കൊടുക്കുന്നത്. അതാണ് പറയുന്നത് ബാങ്കുകൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, ബോറോവറിൻ്റെ ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്നും സഫീഷ്യൻ്റ് ആയിട്ട് നോക്കാതെയാണ് അവർ എന്ത് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ. അവർ കണ്ടുപിടിച്ച പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ബാങ്കുകൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ബിസിനസ്സിന് എത്രയാണ് ആക്ച്വലി ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ആഡിക്വേറ്റ്ലി അസസ് ചെയ്യാതെയാണ് അവർ വർക്കിംഗ് ക്യാപിറ്റൽ ലോണ് സാങ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ എടുക്കുന്ന ഷോർട്ട് ടേം ക്രെഡിറ്റ് പല ബിസിനസ്സും യൂസ് ചെയ്യുന്നത് ലോങ് ടേം നീഡ്സിന് വേണ്ടിയിട്ടാണ്.